ഒരു 28 വയസ്സുള്ള ഒരു സ്ത്രീ വളരെ കരച്ചിലോട് കൂടിയാണ് നമ്മളോട് കാണാൻ വന്നൊരു ദിവസം. അപ്പോൾ അവരുടെ കക്ഷത്തിൽ ഒരു ചെറിയ മുഴയുണ്ട്. ആ മുഴയാണെങ്കിൽ 4 ദിവസമായിട്ട് നിൽക്കുന്നു, ചെറിയ വേദനയുണ്ട്. അത് മാത്രമല്ല, അവർ വിചാരിക്കുന്നത് ക്യാൻസറാണ്. കാരണം അവരുടെ ഉമ്മയ്ക്ക് ഈ ക്യാൻസർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് എല്ലാ മുഴകളും പേടിക്കേണ്ട മുഴകളല്ല. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ചേഞ്ചസ് എന്നുള്ള ഒരു ന്യൂമോണിക് ഓർത്തിരിക്കുക. ആ ഒരു ന്യൂമോണിക്ക് ഞാൻ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്ന ഒരു ന്യൂമോണിക്കാണ്. നിങ്ങൾക്കും പറഞ്ഞുതരാം. സി എന്ന് പറഞ്ഞാൽ കളർ ചേഞ്ച്. ആ മുഴയ്ക്ക് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു മുഴയാണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഹാർഡ്നെസ്. ആ മുഴ ഹാർഡാണ്, ഫിക്സ്ഡ് ആണെങ്കിൽ അത് പേടിക്കേണ്ട മുഴയാണ്. അടുത്ത് എ എന്ന് പറഞ്ഞാൽ അപ്പിയറൻസ് ഓഫ് അൾസറേഷൻ, അതായത് ആ സ്കിന്ന് മാറിയിട്ട് ആ തൊലി ഇളകി പോകുന്നു അല്ലെങ്കിൽ അൾസർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. എൻ എന്ന് പറഞ്ഞാൽ ന്യൂ ആയിട്ടൊരു മുഴ ഉണ്ടാവുന്നു, പെട്ടെന്ന് സൈസ് കൂടുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട ഒരു സാധനമാണ്. ജി എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് റാപ്പിഡ്ലി, ഓരോ ആഴ്ച കൂടുമ്പോഴും സൈസ് വലുതായി വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത ഇ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു എൻലാർജ് ലിംഫ് നോഡ്, ഇതിനോടൊപ്പം കഴലകൾ ഉണ്ടാവുന്നു, പ്രത്യേകിച്ച് കാരണമില്ലാതെ കക്ഷത്തിലോ അതുപോലെ ഈ കഴുത്തിന്റെ താഴെയോ അല്ലെങ്കിൽ തുടരടയിലോ ഒക്കെ ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് വിട്ടുമാറാതെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നിൽക്കുവാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. എസ് എന്ന് പറയുമ്പോൾ സിസ്റ്റമിക് സിംറ്റംസ്, ഇതിനോടൊപ്പം രാത്രി കാലങ്ങളിൽ പനി ഉണ്ടാവുന്നു, നല്ലോണം വിയർക്കുന്നു, വെയിറ്റ് 10-20 കിലോ ഒക്കെ കുറയുന്നു, അതുപോലെ തന്നെ പ്രത്യേകിച്ച് കാരണമില്ലാതെ ക്ഷീണം ഉണ്ടാവും. അപ്പൊ എല്ലാ മുഴകളും ക്യാൻസർ അല്ല. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. അല്ലാത്ത മുഴകൾ ചിലപ്പോൾ ലൈപ്പോമയാവും, ചിലപ്പോൾ ഫാറ്റ് ഡെപ്പോസിഷൻ ആവാം, ചിലപ്പോൾ എന്തെങ്കിലും മുറിവോ